ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പുറത്തുവിട്ട വാർത്ത എന്താ? നമ്മളോടൊക്കെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ പേരെഴുതി. അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛൻ്റെ പേരെഴുതി. അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ അതിനും അഭിമാനത്തോടെ നമ്മൾ അമ്മയുടെ പേരെഴുതി. എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച, സുരേഷ് ഗോപിയെ ജയിപ്പിച്ച BJP-ക്കാർക്ക് അച്ഛൻ്റെ കോളമെടുക്കുമ്പോൾ PQRST എന്നാണ് പേര്. അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ കാച്ചാട്ടാത്താപ്പ എന്നാണ് എഴുതുന്നത്. അങ്ങനെ PQRST അച്ഛന്, കാച്ചാട്ടാത്താപ്പ അമ്മയിലുണ്ടായ കുറേ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് BJP-യുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ്. BJP-ക്കാർക്കിടയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ്, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാ എന്ന്. അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല. നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ വിടുവായിത്തം പറയുന്നതാണ് എന്ന്. പക്ഷേ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്, ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് BJP-ക്കാർ കൈയാളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ്. ആ വിജയങ്ങൾക്കെതിരായി ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ ഈ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബീഹാറിൽ അവസാനമായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. ആ ബീഹാറിൻ്റെ മുന്നിൽ, ആ ബീഹാറിൻ്റെ മണ്ണിൽ വോട്ടർ ജാഗരൻ യാത്ര എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയ്ക്ക് ഓരോ ദിവസവും അണിനിരക്കുന്നത് 10,000-കണക്കിനായ മനുഷ്യന്മാരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി വേരോട്ടമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കേൾക്കുവാൻ, ഈ രാജ്യത്തിൻ്റെ തകർന്നു പോകുന്ന ജനാധിപത്യ വ്യവസ്ഥയെ തിരികെ പിടിക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ബീഹാറിൻ്റെ രൂപത്തിൽ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങൾക്ക് സന്ധിയില്ല. എനിക്ക് മനസ്സിലാകാത്തത്, ഈ തിരുവനന്തപുരത്തെ AC-യും CI-യും അടക്കമുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾ കേരള പോലീസല്ലേ? ഈ നാടിനൊരു പ്രത്യേകതയുണ്ടല്ലോ. ഈ നാടിൻ്റെ പ്രത്യേകത മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന നാടാണ്. വർഗീയത എങ്ങനെയൊക്കെ വേരൂന്നുവാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും അതിനെ പരാജയപ്പെടുത്തിയ നേമവും മഞ്ചേശ്വരവും പാലക്കാടും അടങ്ങുന്ന ഈ കേരളത്തിൽ നിങ്ങൾ ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് എങ്കിൽ നിങ്ങൾക്കെന്തിനാണ് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എതിരായുള്ള പ്രതിഷേധത്തെ കാണുമ്പോൾ ഇത്രയേറെ അസ്വസ്ഥതയുണ്ടാകുന്നത്? ബഹുമാന്യനായ CI സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ എന്നാണ്. ബഹുമാനപ്പെട്ട CI, അങ്ങയോട് ഞങ്ങൾക്ക് ഏതെങ്കിലും നിയമത്തിൻ്റെ ഇളവ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അങ്ങേക്ക് നിയമപരമായി ചെയ്യുവാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്നത്തെ ദിവസം വരെ ഈ രാജ്യത്തുണ്ട്. നാളെയും ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോരാട്ടവുമായി വരുന്നത്. അങ്ങേക്ക് അങ്ങയുടെ കൃത്യനിർവഹണം നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ ഞങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ഔദാര്യം ചോദിച്ചു വന്നവരല്ല. ഞങ്ങൾ നിങ്ങളോട് ആനുകൂല്യം ചോദിച്ചിട്ടുമില്ല. ഒരു കാലത്തും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ പോലീസിൻ്റെ, അത് ഭരിക്കുന്ന ഏതു പാർട്ടിയായാലും ശരി തന്നെ, കേരളത്തിലെ പോലീസിനോട് അനുകമ്പയോ ആനുകൂല്യമോ ഔദാര്യമോ ചോദിച്ചിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ല. അതുകൊണ്ട് നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നിയമത്തിൻ്റെ പരിരക്ഷ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമ്പോൾ നിങ്ങൾക്കതേ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രതിഷേധങ്ങൾക്കെതിരായി നിയമപരമായി ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. ആ നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം കായികമായി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി ജോലിയെടുക്കാൻ തീരുമാനിച്ചാൽ ഈ നാട്, ഞങ്ങളല്ല, ഈ നാട് നിങ്ങളെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമത്തിൻ്റെ ആനുകൂല്യം വേണ്ട. നിങ്ങൾക്കും സ്വതന്ത്രമായി ജോലി ചെയ്യുവാൻ, ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നിഷ്പക്ഷമായി സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുവാൻ, ഞങ്ങൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഈ വലിയ ധർമ്മ പോരാട്ടം, അത് അങ്ങയുടെ ഷീൽഡിൽ തടയപ്പെടുന്ന ഒന്നാണ് എന്ന തെറ്റിദ്ധാരണ അങ്ങയ്ക്കുണ്ട് എങ്കിൽ, ആ ഷീൽഡ് കാണുമ്പോൾ ഞങ്ങൾ ഒന്ന് പ്രതിരോധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് അങ്ങയുടെ ഷീൽഡിൻ്റെ കരുത്തുകൊണ്ടാണ് എന്നങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളോട്, ഈ രാജ്യത്തെ ഭരണഘടനയോടുള്ള ഞങ്ങളുടെ കൂറുകൊണ്ടാണ്, അതിനപ്പുറം അങ്ങയുടെ മസിൽ പവർ കൊണ്ടാണ് സമരങ്ങളെ തടുത്തു നിർത്തുന്നതെന്നുള്ള തെറ്റിദ്ധാരണ അങ്ങയ്ക്കുണ്ടെങ്കിൽ
ഈ കേരളത്തിൻ്റെ മണ്ണിൽ അത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നില്ല, ഒരു യുവജന സമരവും ഒരു വിദ്യാർത്ഥി സമരവും അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ പ്രതിരോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ചരിത്രം അങ്ങയെ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളെ അങ്ങ് ചെയ്യുന്ന വോട്ടും അങ്ങ് ആർക്കാണോ വോട്ട് ചെയ്തത് ആ ആൾക്ക് തന്നെ ലഭിക്കുവാൻ, ആ ആൾ തന്നെ അങ്ങയുടെ പ്രതിനിധിയാകുവാൻ വേണ്ടി നടത്തുന്ന ഈ ധർമ്മ പോരാട്ടത്തിന് അങ്ങയുടെ കൂടി പിന്തുണ ഉണ്ടാകേണ്ടതാണ്. അതിനപ്പുറം RSSൻ്റെ BJPയുടെ അജണ്ടയാണ് നിങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ നല്ല വൃത്തിയായി അറിയാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇതൊരു സമരമല്ല, സമര പരമ്പരയാണ്. ഈ സമര പരമ്പരയുടെ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സമരത്തെ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.